തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുകയുമാണ്. മുൻകാലങ്ങളിലൊക്കെ പരസ്യമായി നമ്മൾ കാണാത്ത വിധം ഉണ്ടായിരുന്ന സഖ്യങ്ങൾ ഇപ്പോൾ പരസ്യമായി തന്നെ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ദേ ഇന്നുവരെ നമ്മൾ കണ്ടതും അതൊക്കെ തന്നെയുമാണ്. ഭരണം പിടിക്കാൻ നയം മാറ്റാം. അപ്പൊ അങ്ങനെ ചില നയം മാറ്റങ്ങളും കൂറുമാറ്റങ്ങളും ഒക്കെ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് ഇന്ന് ഹൈ5 ആദ്യം. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും തുടങ്ങാം. തിരുവനന്തപുരത്ത് വന്നാൽ ആദ്യം പനവൂർ പഞ്ചായത്തിൽ BJPയുടെ വോട്ട് വാങ്ങി കോൺഗ്രസ് അംഗങ്ങൾ സ്ഥിരം സമിതി അംഗങ്ങളായതാണ് നമ്മൾ ഇത്തവണ കണ്ടത്. അതും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി തിരഞ്ഞെടുപ്പിലായിരുന്നു BJPയുടെ ഈ സഹായം വന്നത്. ഇനി ആര്യൻകോട് പഞ്ചായത്തിലേക്ക് പോയാൽ അവിടെയും കണ്ടു സഖ്യം. അവിടുത്തെ സഖ്യം എങ്ങനെയായിരുന്നു? ആര്യൻകോട് പഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലെ വനിതാ സംവരണ സീറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് BJP സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് അംഗം വോട്ട് ചെയ്തത്. ഇനി കഴിഞ്ഞില്ല, കിഴുവിലം ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നാൽ അവിടെ കോൺഗ്രസും BJPയും SDPയും ഒരുമിക്കുകയായിരുന്നു. അവിടെ ക്ഷേമം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി തിരഞ്ഞെടുപ്പിൽ BJPയും SDPയും കോൺഗ്രസിന് വോട്ട് ചെയ്യുകയായിരുന്നു. ഒറ്റൂർ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥിരം സമിതിയിലും LDFനെ പരാജയപ്പെടുത്താൻ UDFും BJPയും ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയതും നമ്മൾ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം കണ്ടതാണ്. കഴിഞ്ഞിട്ടില്ല, പള്ളിച്ചൽ കൂടിയുണ്ട്. പള്ളിച്ചൽ പറഞ്ഞാൽ അവിടെ UDFും BJPയുമാണ് കൂട്ടുകെട്ടുണ്ടാക്കിയത്. 12 അംഗങ്ങൾ LDFനും 6 വീതം UDF BJP അംഗങ്ങളുമുള്ള പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ 2 തിരഞ്ഞെടുപ്പിൽ UDF BJP അംഗങ്ങൾ ഒരുമിച്ചെങ്കിലും ഈ വോട്ട് അസാധുവായി. അതോടെ LDF ജയിച്ചു. എന്നാൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഒപ്പത്തിനൊപ്പം വന്നു. പിന്നീട് നറുക്കെടുപ്പോടെ BJP അവിടെ വിജയിക്കുകയും ചെയ്തു. ഇത് തിരുവനന്തപുരത്തെ കാര്യം. കഴിഞ്ഞില്ല, തിരുവനന്തപുരം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോട്ടേക്ക് പോയാൽ അവിടെ പുല്ലൂര് പെരിയ പഞ്ചായത്തുകളിലെ 3 സ്ഥിരം സമിതികളിലേക്കുള്ള വനിതാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യം മറനീങ്ങി പുറത്തു വന്നത് നമ്മൾ കണ്ടു. കോൺഗ്രസ് ലീഗ് പ്രതിനിധികൾക്ക് BJPയുടെ ഏകാംഗം വോട്ട് ചെയ്തു. LDFനും UDFനും 50 വീതം അംഗങ്ങളാണുള്ളത്. ഇവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും നമ്മൾ ഈ സഖ്യത്തെ പ്രകടമായി കണ്ടു. പൈവളികയിലേക്ക് വന്നാൽ അവിടെയും ഉണ്ടായിരുന്നു സഖ്യം. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ BJPക്കാണ് ഇവിടെ വോട്ട് ചെയ്തത്. മാത്രമല്ല ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ 4 UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുകയായിരുന്നു. തിരുവനന്തപുരവും കാസർഗോഡും കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്തേക്ക് വന്നാൽ ആദ്യം കോട്ടയത്ത് നമുക്ക് മുളക്കുളം പഞ്ചായത്ത് എടുക്കാം. മുളക്കുളം പഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ഏക BJP അംഗത്തിന് നൽകിയിരിക്കുകയാണ് UDF. 10 അംഗങ്ങളുള്ള UDF ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. LDFന് അവിടെ 7 അംഗങ്ങളാണ്. സ്ഥിരം സമിതി LDFന് കിട്ടാതിരിക്കാനാണ് BJP UDF വോട്ട് ചെയ്തത് എന്നാണ് CPMന്റെ ആരോപണം. ഇനി ചങ്ങനാശ്ശേരി നഗരസഭയിലേക്ക് വരികയാണെങ്കിൽ ചങ്ങനാശ്ശേരി നഗരസഭയിൽ സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ LDFനെ മാറ്റി നിർത്താൻ BJP UDF പരസ്യ സഖ്യം അവിടെ ഉണ്ടായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം LDFനാണ് ലഭിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിനായുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ 9 അംഗങ്ങളുള്ള LDF 8 അംഗങ്ങളുള്ള BJPയുമായാണ് മത്സരിച്ചത്. പക്ഷേ ഇവിടെ 4 അംഗങ്ങളുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം BJPയെ പിന്തുണയ്ക്കുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ ഉണ്ടായ സഖ്യം. കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോയാൽ ആലപ്പുഴയിൽ ഹരിപ്പാട് നമുക്കറിയാം രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. ഈ ഹരിപ്പാട്ടിലെ ചിങ്ങോലി പഞ്ചായത്തിൽ കോൺഗ്രസ് BJPയുമായാണ് ധാരണ ഉണ്ടാക്കിയത്. വികസനകാര്യ സ്ഥിരം സമിതിയിലേക്ക് മത്സരിച്ച കോൺഗ്രസ് പ്രതിനിധികൾക്ക് BJP അംഗങ്ങൾ അവിടെ വോട്ട് ചെയ്യുകയായിരുന്നു. ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലേക്ക് മത്സരിച്ച BJP അംഗത്തിന് കോൺഗ്രസിലെ 6 അംഗങ്ങളാണ് വോട്ട് ചെയ്തത്. താമരക്കുളം പഞ്ചായത്തിലും ഇതേ കാര്യം നമുക്ക് കാണാം. താമരക്കുളം പഞ്ചായത്തിൽ വികസന ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ UDFന് SDPI അംഗമാണ് വോട്ട് ചെയ്തത്. പകരം വികസനകാര്യ സ്ഥിരം സമിതിയിലേക്ക് SDPI അംഗത്തെ UDF വോട്ട് നൽകി വിജയിപ്പിച്ചു. അത് ആലപ്പുഴയിലെ കാര്യം. കോട്ടയം കഴിഞ്ഞു, ആലപ്പുഴ കഴിഞ്ഞു, തിരുവനന്തപുരം കഴിഞ്ഞു. ഇനി തൃശ്ശൂരിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കൂറുമാറ്റവും അതേപോലെ തന്നെ പിന്തുണ പ്രഖ്യാപനവും ഒക്കെ ആദ്യം കേട്ടു തുടങ്ങിയത് തന്നെ ഈ തൃശ്ശൂരിൽ നിന്നൊക്കെയാണ്. അപ്പം മാള, വേലന്നൂർ, മറ്റത്തൂർ, ചൊവ്വന്നൂർ പഞ്ചായത്തുകളിലൊക്കെ സ്ഥിരം സമിതി തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് BJP SDP ഒക്കെ പരസ്പരം സഖ്യം ചേർന്നതൊക്കെ നമ്മൾ കണ്ടുവന്നതാണ്. ഓരോ നാട്ടിൽ പരിശോധിച്ചാൽ ആദ്യം മാളയിലേക്ക് തന്നെ പോകാം. മാളയിലേക്ക് വരുമ്പോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJP കോൺഗ്രസിനും ക്ഷേമകാര്യ സ്ഥിരം സമിതിയിൽ
കോൺഗ്രസ് BJPക്കും അങ്ങനെയായിരുന്നു ഇവിടെ വോട്ട് നൽകിയത്. LDF 9, UDF 8, BJP 4 എന്നിങ്ങനെയായിരുന്നു അവിടുത്തെ കക്ഷിനില. വികസനകാര്യ സ്ഥിരം സമിതി തിരഞ്ഞെടുപ്പിൽ UDFന് 11 വോട്ടും LDFന് 9 വോട്ടുമാണ് ലഭിച്ചത്. കോൺഗ്രസ് അംഗമായ ശോഭന ഗോകുൽനാഥ് വോട്ട് അസാധുവാക്കുകയായിരുന്നു. മറ്റ് കോൺഗ്രസ് അംഗങ്ങൾ ഈ ശോഭനയെ ഭീഷണിപ്പെടുത്തിയതോടെയാണ് വോട്ട് ചെയ്തതെന്ന് LDF ആരോപിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ BJPക്ക് 10 വോട്ടും LDFന് 9 വോട്ടും UDFന് 2 വോട്ടുമാണ് ലഭിച്ചത്. മാളയിൽ നിന്ന് നേരെ നമ്മൾ ചൊവ്വന്നൂരിലേക്ക് വന്നാൽ ചൊവ്വന്നൂരിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എന്ന പോലെ തന്നെ സ്ഥിരം സമിതി തിരഞ്ഞെടുപ്പിലും SDPI പിന്തുണയിലാണ് കോൺഗ്രസ് വിജയിച്ചത്. വികസന, ആരോഗ്യ, വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലെ വനിതാ സംവരണ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് SDPIയുടെ 2 അംഗങ്ങളും കോൺഗ്രസിന് വോട്ട് നൽകിയത്. ഇനി വേലൂർ പഞ്ചായത്തിൽ UDF പിന്തുണയിൽ ഏക BJP അംഗം വികസന സ്ഥിരം സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വയനാട്ടിലേക്ക് വന്നാൽ വയനാട്ടിൽ ഇന്നും കൂടി നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയൊക്കെ ചർച്ച ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. LDF ഭരിക്കുന്ന പുൽപ്പള്ളി പഞ്ചായത്തിലെ സ്ഥിരം സമിതിയിലേക്കുള്ള വോട്ടെടുപ്പിലാണ് BJPയുടെ വോട്ട് വാങ്ങി UDF ജയിച്ചത്. UDFന്റെ വികസന സ്ഥിരം സമിതി സ്ഥാനാർത്ഥിക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി സ്ഥാനാർത്ഥിക്കും BJP അംഗങ്ങൾ വോട്ട് ചെയ്യുകയായിരുന്നു. അപ്പൊ ഈ സഹായത്തിന് പ്രത്യുപകാരമായി ക്ഷേമകാര്യ സമിതിയിലെ വനിതാ സംവരണത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നിന്ന് UDF വിട്ടുനിന്ന് BJP അംഗത്തെ വിജയിപ്പിച്ചു എന്നാണ് CPIM പറയുന്നത്. അപ്പൊ നിലവിൽ പ്രതിഷേധങ്ങളെയൊക്കെ തുടർന്ന് BJP പിന്തുണയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായവർ മുഴുവൻ സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. ലീഗ് നേതൃത്വം സമ്മർദ്ദം ഘടിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ഈ രാജി അനിവാര്യമായി തീർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ടെസ്റ്റ് ഡോസ് ആയാണ് CPIM ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഈ കൂറുമാറ്റങ്ങളെയൊക്കെയും വിലയിരുത്തുന്നത്. പാലക്കാട്ടേക്ക് വന്നാൽ പാലക്കാട്ടെ കാര്യം ഇനി പരിശോധിക്കാം. പാലക്കാട് 4 പഞ്ചായത്തിലാണ് ഈ മത്തത്തൂർ മോഡൽ നടന്നത്. ഇപ്പം സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ UDF BJPക്ക് വോട്ട് ചെയ്തത് കരിമ്പ, പെരിങ്ങോട്ടുകുറിശ്ശേരി, പട്ടഞ്ചേരി, വടവന്നൂർ ഈ 4 പഞ്ചായത്തുകളിലായിരുന്നു. ഇത് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യം നമുക്ക് കരിമ്പയിൽ നിന്ന് തന്നെ തുടങ്ങാം. കരിമ്പയിലേക്ക് വന്നാൽ കരിമ്പ പഞ്ചായത്തിൽ 2 അംഗങ്ങളുള്ള BJPക്ക് കോൺഗ്രസ് ലീഗ് അംഗങ്ങളുടെ വോട്ടിൽ ആരോഗ്യ, വിദ്യാഭ്യാസം, ക്ഷേമകാര്യം എന്നീ സ്ഥിരം സമിതികളുടെ അധ്യക്ഷ പദം ലഭിച്ചു. UDFന്റെ 9 വോട്ടും BJPക്ക് നൽകി. ഇനി അവിടെ നിന്നും പട്ടാഞ്ചേരിയിലേക്ക് വരാം. പട്ടാഞ്ചേരിയിലെ കാര്യം പരിശോധിച്ചാൽ അവിടെ ഒരംഗം മാത്രമുള്ള BJPക്ക് 6 കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തതോടെ ആരോഗ്യ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പദം ലഭിക്കുകയായിരുന്നു പട്ടാഞ്ചേരിയിൽ. അത് കഴിഞ്ഞ് വടവന്നൂരിലേക്ക് വന്നാൽ അവിടെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ UDFന്റെ 7 വോട്ട് BJPക്ക് നൽകുകയായിരുന്നു. 2 അംഗങ്ങൾ മാത്രമുള്ള BJPക്ക് സ്ഥിരം സമിതി അധ്യക്ഷ പദവി ലഭിക്കുകയായിരുന്നു. പെരിങ്ങോട്ടുകുറിശ്ശേരിയിൽ അവിടെ ആരോഗ്യ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് 2 BJP അംഗങ്ങളും വോട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന വികസന ക്ഷേമകാര്യ സമിതി തിരഞ്ഞെടുപ്പിലും ഈ കൂട്ടുകെട്ടിലാണ് BJP UDF അംഗങ്ങൾ ജയിച്ചത്. 3 സമിതികളിലും 4 വീതം തുല്യ അംഗങ്ങളായതോടെ വെള്ളിയാഴ്ച നറുക്കെടുപ്പിലൂടെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുകയായിരുന്നു. സാഹചര്യം കൂടി ഒന്ന് പരിശോധിക്കണം. പ്രസാദ് ഉറുമ്പശ്ശേരിയുടെ വിശകലനവുമായിട്ട്. പ്രസാദ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ പുൽപ്പള്ളി പഞ്ചായത്തിലെ കൂറുമാറ്റവും രാജുവകതയെ കണ്ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളൊക്കെ. വടക്കൻ കേരളത്തിലുമുണ്ട്, കാസർഗോഡ് അടക്കം ഇപ്പറഞ്ഞ കൂറുമാറ്റങ്ങളും സഖ്യങ്ങളും ഒക്കെ. അപ്പൊ പൊതുവിൽ വടക്കൻ കേരളത്തിലെ ഒരു സാഹചര്യം എന്താണ് പ്രസാദ്? സതിലക്ഷ്മി, വടക്കൻ കേരളത്തിൽ ഇപ്പോൾ വയനാട്, പാലക്കാട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനമായും പുൽപ്പള്ളി പഞ്ചായത്തിലാണ്. പുൽപ്പള്ളി പഞ്ചായത്തിൽ BJPയും UDFും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരുമിക്കുകയും പിന്നീട് അത് വിവാദമായ സമയത്ത് UDF അംഗങ്ങൾ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പുൽപ്പള്ളിയിലേക്ക് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ വനിതാ സംവരണത്തിലേക്ക് സ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇത്തരം വിവാദം ഉണ്ടായിട്ടുള്ളത്. അതിൽ UDFന്റെ വികസന സ്ഥിരം സമിതിയിലേക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി സ്ഥാനാർത്ഥിക്ക് BJP അംഗങ്ങൾ ജയിക്കുന്നു, മറ്റതിൽ UDF അംഗങ്ങൾ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ ക്ഷേമകാര്യമാണ് UDF ജയിച്ചിട്ടുള്ളത്. ക്ഷേമകാര്യത്തിൽ വനിതാ സംവരണത്തിൽ ജയിച്ചു. പിന്നീട് അത് വലിയ വിവാദമായ സാഹചര്യത്തിൽ ആ അംഗങ്ങൾ അത് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടുത്തെ കക്ഷിനില എന്ന് പറയുന്നത് LDFന് 9ഉം UDFന് 8, BJP 4 എന്നുള്ളതാണ്. അപ്പോൾ UDF അംഗങ്ങൾ മത്സരിക്കുന്ന സമയത്ത് അവർക്ക് BJP അംഗങ്ങളുടെ പിന്തുണ കൂടി ലഭിച്ച് 12 അംഗങ്ങളുടെ വോട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇന്ന് വിവാദമായി അവർ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. കാസർഗോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2 പഞ്ചായത്തുകളാണ്. ഒന്ന് പുല്ലൂർ പെരിയ പഞ്ചായത്തും മറ്റൊന്ന്
പെവളിക എന്ന് പറയുന്ന പഞ്ചായത്തുമാണ്. പെവളിക പഞ്ചായത്തിൽ UDF അംഗങ്ങൾ BJPക്കാണ് അവിടെ വോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ വയനാട് നേരെ തിരിച്ചാണ് സംഭവിച്ചതെങ്കിൽ ഇവിടെ BJP അംഗങ്ങളാണ് UDFന് വോട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് 4 UDF അംഗങ്ങൾ ആണ് BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ 21 അംഗങ്ങളാണുള്ളത്. UDFന് 9ഉം LDFന് 7ഉം BJPക്ക് 5ഉമാണുള്ളത്. പിന്നീട് പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട് 3 പഞ്ചായത്തുകളാണ് ഇത്തരത്തിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിലും അതോടൊപ്പം തന്നെ കരിമ്പ, പട്ടഞ്ചേരി പഞ്ചായത്തുകളാണ്. പട്ടഞ്ചേരി പഞ്ചായത്തിൽ കോൺഗ്രസ് BJP സഖ്യമാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് പട്ടഞ്ചേരി പഞ്ചായത്തിൽ BJPക്ക് ഒരംഗം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ശ്രീലക്ഷ്മി, ഇതിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ എല്ലാം ഒരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നിരിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അധ്യക്ഷന്മാരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. അതാണ് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർക്കാണ് പ്രധാനമായും ഇതിനകത്ത് റോൾ ഉള്ളത്. അപ്പോൾ ആ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ തന്ത്രം എന്നൊരു വിശദീകരണമാണ് ഓരോ പാർട്ടിയും നടത്തുന്നത്. അപ്പോൾ ഓരോ സമിതിയിലും അവരുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന തരത്തിൽ ചിലരെ ജയിപ്പിക്കുകയും ചിലരെ തോൽപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ നടക്കുന്നത്. ഇത് സർവ്വസാധാരണമാണ് എന്നുള്ളതാണ് ഓരോ പാർട്ടികളും ഓരോ മുന്നണികളും പറയുന്ന വിശദീകരണം. ഓക്കെ പ്രസാദ്, ശരി. അപ്പം എന്ത് തന്ത്രം മെനഞ്ഞാലും ഈ ഭരണത്തിന് വേണ്ടി വേണമെങ്കിൽ നയം മാറ്റാം എന്നൊരു പൊതുവികാരമാണ് മൊത്തത്തിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് കിട്ടുന്ന ഒരു സന്ദേശം അതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടൊരു ട്രെൻഡ് ഇതൊക്കെയാണ്. ആർക്ക് വേണമെങ്കിലും ആർക്കും പിന്തുണ കൊടുക്കാം, ആര് വേണമെങ്കിലും പ്രസിഡന്റ് ആകുന്നു, എങ്ങനെയും ഭരണം കിട്ടണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നിയമസഭയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ നേതാക്കളൊക്കെ പറയുന്നതും നേതാക്കൾ പല ശത്രുപക്ഷം നിർത്തുന്നവരുമൊക്കെയും ഈ പ്രാദേശിക തലത്തിൽ വരുമ്പോൾ അവര് ഒറ്റക്കെട്ടാവുകയും നിയമസഭയിലേക്ക് വരുമ്പോൾ രണ്ട് പക്ഷമാവുകയൊക്കെ ചെയ്തത് എങ്ങനെ പൊതുജനങ്ങൾ ചർച്ച ചെയ്യും, സാധാരണക്കാർ ചർച്ച ചെയ്യും, അത് എങ്ങനെ വോട്ടായി മാറും എന്നുള്ളതും മാത്രമല്ല ഇതിനൊക്കെ പിന്നിലെ രാഷ്ട്രീയവും ഒക്കെ ഇനി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു.